ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ദൈവവചനം അറിയണം. ആ 2 തിമോത്തി 3:16 ഒന്ന് വായിക്കാമോ? അത് കണ്ടോ? അത് ജസ്റ്റ് ചുമ്മാതെ ഏതാണ്ട് എഴുതി വെച്ചിരിക്കുവല്ല, ഓരോന്നിനകത്തും ദൈവത്തിന്റെ ശ്വാസമുണ്ട്. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്താലും. അങ്ങനെ ഈ ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? അതെന്താ പറയുന്നത്? തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ കണ്ടോ? ഇത് വായിക്കുമ്പം മാൻ, വി തിങ്ക് ഇറ്റ് ഓൺലി അപ്ലൈസ് ടു മാൻ. നോ, അതാ ഗ്രീക്കിൽ നിന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം വരുന്ന ഒരിതാ. ഇറ്റ് ഓൾസോ മീൻസ് വുമൺ. ഓക്കെ, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാകുന്നു. എന്ത്? ദൈവത്തിന്റെ വചനം. നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ സൺഡേ ഇവിടെ വന്ന് കേൾക്കുന്ന വേർഡ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ചേർച്ചിൽ എന്താ, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദൈവം തരുന്ന അതിനെ നമ്മൾ ഒത്തിരി, സത്യം പറഞ്ഞാൽ അത് ധ്യാനിച്ച് തന്നെ ദൈവം നമ്മളെ പല വചനങ്ങളിലേക്ക് കൊണ്ടുപോകും. പക്ഷെ നമുക്കൊരു പേഴ്സണൽ മെഡിറ്റേഷൻ ഉണ്ടോ? ദൈവത്തിന്റെ വചനം പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ വചനത്തെ കുറിച്ച് എന്ത്? അപ്പൊ 1-ാം സങ്കീർത്തനത്തിലല്ലേ അത് പറയുന്നത്? എന്താ അത് പറയുന്നത്? സാം 1 എന്താ പറയുന്നത്? ദുഷ്ടന്മാരുടെ, അപ്പൊ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ ഇരിപ്പിടത്തിൽ ആ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, പിന്നെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് എന്നിട്ട് അതിന്റെ റിസൾട്ട് ഇരിക്കും. അത് ഇതിന്റെ ഈ ലാറ്റർ പാർട്ട് നമുക്കെല്ലാം വേണം അല്ലേ? നമ്മൾ പ്രാർത്ഥികർത്താവേ, ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും, ഇലവാടാത്ത വൃക്ഷം പോലെ ഞാനും എൻ്റെ കുടുംബവും, അല്ലേ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ. അതെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതാകണമെങ്കിൽ അതിൻ്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ രാപ്പകൽ ദൈവത്തിന്റെ വചനമാണോ ധ്യാനിക്കുന്നത്? നമുക്ക് ധ്യാനിക്കാൻ എന്തോരം കാര്യങ്ങളുണ്ട്. ആസ് വിമൺ, നോ, ഒരു ആങ്സൈറ്റി, ഒരു വറി കയറിക്കഴിഞ്ഞാൽ അതിങ്ങനല്ലേ, നമ്മൾ എന്ത് ചെയ്താലും ഇറ്റ് വിൽ ബി ദെയർ അറ്റ് ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ്. സോ വാട്ട് ആർ യു മെഡിറ്റേറ്റിംഗ് ഓൺ? ഹല്ലേലൂയ.